ബാംഗ്ലൂർ ട്രാഫിക് ഈസ് പിക്കിംഗ് അപ്പ് ബിക്കോസ് വി ആർ ക്വയറ്റ് ലേറ്റ്. നമ്മളിന്ന് കുറച്ച് വൈകിപ്പോയി. ഇവിടെ കുഴപ്പമില്ല, നമുക്കൊന്ന് പോയി നോക്കാം. അത്യാവശ്യം ചൂടായിട്ടോ ഇവിടെ. ചൂടല്ല, ഒരു ഞാൻ പ്ലാൻ ചെയ്തൊരു 6 മണിക്ക് പോകാനായിരുന്നു. 6 മണിക്ക് നമ്മൾ എണീറ്റില്ല. 8 മണിക്കാണ്, 8 മണി 8:15 തുടങ്ങിയത്. വിധാൻസൗദ ഒന്ന് പോവുക, UB-City ഒന്ന് ഇറങ്ങുക, തിരിച്ചു വരിക, അതാണ് പ്ലാൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർടി നഗറിൽ നിന്നാണ്. ആർടി നഗർ ടു വിധാൻസൗദ. So we reached at Vasant Nagar. സോ നമ്മൾ വസന്ത് നഗറിലെത്തി. വസന്ത് നഗറിൽ ജസ്റ്റ് ഒരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ വിധാൻസൗദ അങ്ങോട്ട്. പിന്നെ അവിടെ നിന്ന് കബൻ പാർക്ക് ചെന്ന് അവിടെ ലെഫ്റ്റ് എടുക്കുവാണെങ്കിൽ UB-City ആയി. നല്ല രസമാട്ടോ ഈ സമയത്ത് ഇങ്ങനെ സൈക്കിൾ ഓട്ടാൻ. ഇതിൽ കുറച്ചുകൂടെ മുന്നേ ചവിട്ടണമായിരുന്നു. ഇപ്പൊ കുറച്ച് ട്രാഫിക് ആയതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. മൗണ്ട് കാർമൽ കോളേജ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മൗണ്ട് കാർമൽ കോളേജ്. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പഠിച്ചൊരു കോളേജ് ആട്ടോ. ആ സ്ട്രൈറ്റ് കാണുന്ന റൈറ്റ് കാണുന്നതാണ്. ഇതൊക്കെ അവിടുത്തെ ഒരു കോമ്പൗണ്ട് ആണ്. ഈ കാണുന്നതാണ് കോളേജ്. സൈക്കിളുകാരുടെ എല്ലാവർക്കും ഒരു പുച്ഛ. പോക്കറ്റ് റോഡിൽ നിന്ന് വരുവാണെങ്കിൽ സൈക്കിൾ മെയിൻ റോഡിലാണെങ്കിലും നമ്മളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സൈക്കിൾ ഓടിക്കുമ്പോൾ നന്നായിട്ട് നോക്കി ഓടിക്കും കേട്ടോ. കാരണം ഈ ആൾക്കാർ ഓട്ടോക്കാരാണ് ഭയങ്കര സീൻ. അവർ ലെഫ്റ്റ് ഒക്കെ ഇരിക്കേണ്ടത് ഓണടിച്ച് പറന്ന് കയറി വരുന്നു. നമ്മളെപ്പോഴും സൈഡ് തന്നെ ചേർന്ന് പോവുക. ടേൺ എടുക്കും, റൈറ്റിലോട്ട് മാറുമ്പോഴും ടേൺ എടുക്കുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. വണ്ടി സൈക്കിൾ നിർത്തിക്കോളും ആ സമയത്ത്. അതാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് പയ്യെ നോക്കി കണ്ട് തിരിയുക, കാരണം ഇൻഡിക്കേറ്റർ ഇല്ലല്ലോ. ബാംഗ്ലൂർ ക്ലൈമറ്റ് ഇപ്പം അടിപൊളി കേട്ടോ. നൈറ്റും ഒരു ഈവനിങ് ഒക്കെ അടിപൊളി ക്ലൈമറ്റാണ്. നല്ല തണുപ്പൊക്കെ ആയി സെറ്റാണ്. നമുക്കിവിടെ റൈറ്റാ പോകണ്ടേ. ട്രാഫിക് ഉണ്ട് ഇവിടെ. കുറച്ച് റൈറ്റിലോട്ട് ചേർത്ത് വെക്കുക. ഈ റോഡിലൂടെ പോവാം. നമുക്ക് ഇവിടെ സ്ട്രൈറ്റ് പോവാം. അവിടെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. അതിലൊക്കെ സൈക്കിളോട് അടിപൊളിയാണ്. സ്ട്രൈറ്റ് പോകുമ്പം മജസ്റ്റിക്ക് പോവാം.
ബാംഗ്ലൂർ സെൻട്രലിലേക്ക് പോകുന്നതാണ് സ്ട്രെയിറ്റ് ഉള്ള വഴി. റൈറ്റ് പോയ MG റോഡ് നേരെ വിധാനസഭ പോകാം കേട്ടോ. നമുക്കിവിടെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്, അതൊക്കെ നൈസായിട്ട് അങ്ങോട്ട് പോകാം. സെറ്റ് ഇതാണ് നമ്മുടെ സൈക്കിൾ ട്രാക്ക്. നമുക്ക് കൂളായിട്ട് ഇനി പോവാം, ട്രാഫിക് ഒന്നുമില്ല. ഇന്ദിരാഗാന്ധി മ്യൂസിഷ്യൽ ഫൗണ്ടെയിൻ ആണ്, മിലിറ്ററി ഫൗണ്ടെയിൻ ആണ്. ഇന്ദിരാഗാന്ധി മിലിറ്ററി മെമ്മോറിയൽ. ജസ്റ്റ് ആൾക്കാർ മോർണിംഗ് വാക്കിനൊക്കെ വരുന്നൊരു സ്ഥലം കൂടി ആട്ടോ ഇത്. നൈസാണ് ഇവിടെ, നമ്മൾ എന്തായാലും കയറുന്നില്ല. ഇന്ദിരാഗാന്ധി മ്യൂസിഷ്യൽ ഫൗണ്ടെയിൻ, അവിടെ എഴുതിയിട്ടുണ്ട് നാഷണൽ മിലിറ്ററി മെമ്മോറിയൽ. ഈ വഴിക്ക് തന്നെ പോവാം. ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ, ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട്. ബാംഗ്ലൂർ സിറ്റി തന്നെ ഒരു 500-1000 പേര് സ്റ്റാഫുകളാണെന്ന് തോന്നുന്നത് ഈ വർക്കിനെ. കാരണം സിറ്റി ഒരു 10 മണി, ഒരു 10 o'clock ആകുമ്പോൾ നിങ്ങൾക്ക് സിറ്റി ഫുള്ള് ക്ലീൻ ആയിരിക്കും. കാരണം ഈ ഇലയും നമ്മൾ മാക്സിമം വേസ്റ്റ് ഒക്കെ ഇടായിരിക്കുവാണ് ഇവർക്ക് ഒരു ഹെൽപ്ഫുൾ ആട്ടോ. കാരണം ഇവിടെ ഉണ്ടെന്നവരുണ്ട്, എന്നാലും ഈ ഇലയൊക്കെ അടിച്ചു വാരുക, വേസ്റ്റ് ഒക്കെ പിറക്കുക. പിന്നെ ഈ നമ്മൾ ഈ വഴി വരുത്തുന്ന കുപ്പി വരെ ഇവരാണ് പിറക്കുന്നത്. അപ്പം അതൊക്കെ നോക്കി ചെയ്യുവാണെങ്കിൽ, ഡസ്റ്റ്ബിന്നിൽ ഡംപ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. നല്ലൊരു പാടുള്ളൊരു പണിയാണത്. നമുക്കിവിടെ സ്ട്രൈറ്റ് പോകണം. നിർത്താം, എനിക്ക് തള്ളാം, ആയിരിക്കും ബെറ്റർ. ഇവിടെ പിന്നെ ട്രാഫിക് ക്ലോസ് ആയതാണ് കാണുന്നത്. നമ്മൾ പിന്നെയും പോവാണ്. ട്രാക്ക്, നമ്മുടെ സ്വന്തം ട്രാക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് വേർത്ത് കേട്ടോ, പക്ഷെ നല്ല വെയിലുണ്ടോ വേർത്ത്. ഇന്നലെ ഇത്ര വെയിലില്ലായിരുന്നു. ഇന്നലെ ഈ സമയത്ത് കുറച്ച് ഇരുണ്ട കാലാവസ്ഥയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു ഇന്നലെ വണ്ടി ഓടിക്കാൻ. ഇപ്പം ഇന്ന് കുറച്ച് വെയിൽ കൂടിയിട്ടുണ്ട്, എന്താണെന്നറിയത്തില്ല. പക്ഷെ ഈ മരങ്ങളുള്ളതുകൊണ്ട് ഈ ട്രാക്കിലൂടെ പോകുമ്പോൾ നല്ല രസമാട്ടോ. ഇതിൻ്റെയൊക്കെ ട്രാക്കിലൂടെ പോകാൻ പറ്റും, കാരണം അവിടെ 1 way ആണ്. ആ സൈഡ് ഒറ്റ സൈഡിൽ ട്രാക്കുള്ളൂ, കാരണം സൈക്കിൾസ് വളരെ കുറവാണ്. ഈ റോഡിന് എത്ര വീതി തന്നെ ഈ ഫുട്പാത്തിൽ എനിക്ക് തോന്നുന്നുണ്ടോ. അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എല്ലാം എത്ര ചെറിയൊരു ഇതാണെങ്കിലും ഫുട്പാത്ത് അടിപൊളിയായിരിക്കും. എന്താ പറയുന്നത്, കുറേ പേരൊക്കെ നിരന്ന് നടക്കാനും ഇതിലൊക്കെ വണ്ടിയൊക്കെ ഇരിക്കുന്നു കൂടെ ചിലപ്പോൾ ട്രാഫിക് ഉള്ള ആൾക്കാരെ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോകണം. റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. അവിടെ ട്രാഫിക് സിഗ്നൽ ആയിട്ടില്ല. സിഗ്നലാവും ഇപ്പം തന്നെ, സിഗ്നൽ ആയിട്ടില്ല. ചേട്ടാ നമുക്ക് പോവാം. അറിയില്ല എങ്ങോട്ടുള്ള ട്രാഫിക്കാണെന്ന്. നമ്മൾ അതിന് പോയി. ഇപ്പൊ ഒരു കൂട്ടം വണ്ടി വരും നമ്മുടെ പുറകെ. ഈ വഴി നിന്ന് ലെഫ്റ്റ് പോയാൽ നമുക്ക് കബൻ പാർക്ക് ഒക്കെ പോകാം കേട്ടോ. ഇവിടുന്ന് കബൻ പാർക്ക് കുറച്ച് ഇവിടെ മൂലം ഉണ്ട്. ഇതിൻ്റെ അപ്പുറം നമ്മളാണ് സിഗ്നലിനോട് സ്ട്രേറ്റ് പോയാൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലോട്ട് പോവാം. ചേച്ചി ഇങ്ങോട്ടാണ്. വെരി ഗുഡ്. യെസ്, നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ എത്തിയിരിക്കുന്നു. ഇവിടെ എപ്പോഴും നല്ല ക്രൗഡ് ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരല്ല, ഈ സ്കൂളിൽ നിന്ന് വരുന്നവരും പിന്നെ കുറച്ച് ദൂരത്ത് നിന്ന് വരുന്നവരൊക്കെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാനും നിർത്താറുണ്ട്. കബോൺ പാർക്ക് മെട്രോ സ്റ്റേഷനാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. റൈറ്റ് സൈഡ് നമ്മുടെ ഞാൻ പറഞ്ഞ ഒരു കൂട്ടം വണ്ടി പുറകെ വന്നു.
ഇതിന്റെ വെയിലും തന്നെ കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഈ വഴിക്ക് കയറിയിട്ടാം. ഇത് ഹൈക്കോർട്ടാണ്. ലെഫ്റ്റ് കാണുന്ന ഹൈക്കോർട്ടാണ്. ഇത് കപ്പൺ പാർക്ക് എൻട്രൻസ് ആണ്. പാർക്കിലേക്ക് എൻട്രി ആയി. അഞ്ച് ഗേറ്റ് എന്തുകൊണ്ട് കേട്ടോ മൊത്തം ഈ പാർക്കിന് പല സ്ഥലത്തായിട്ട്. ഒരെണ്ണം ചിന്നസ്വാമിയുടെ അവിടെ ഉണ്ട്, പിന്നെ UBCയുടെ അവിടെ ഉണ്ട്, കോർപ്പറേഷൻ സർക്കിള്, വിധാൻസൗധയുടെ അവിടെ 3 എൻട്രി, 5 or 6 എൻട്രൻസ് ഉണ്ട് കേട്ടോ ഈ പാർക്കിലേക്ക്. നല്ല രസമല്ലേ സൈക്കിൾ വിടാൻ. സൺഡേസ് ആണ് അടിപൊളി, കാരണം സൺഡേസ് പാർക്ക് ക്ലോസ് ആയിരിക്കും. അപ്പം അകത്തേക്ക് വണ്ടിയൊന്നും ഉണ്ടാവില്ല. സോ ആൾക്കാർ മാത്രം ജോഗിങ്, റണ്ണിങ്, സൈക്ലിങ്, സ്കേറ്റിങ് അടിപൊളിയാണ് ആ ടൈമിൽ. ലൈബ്രറി ഉണ്ട് അവിടെ, കർണാടക സ്റ്റേറ്റ് ലൈബ്രറി. അത് കർണാടക തന്നെ അത്യാവശ്യം വലിയൊരു ലൈബ്രറി കേട്ടോ. അത് അത്യാവശ്യം നമ്മൾ മലയാളം പത്രം വരെ കിട്ടും അവിടെ. പല പല സെക്ഷൻ ആയിട്ടാണ്, ന്യൂസ് പേപ്പർ സെക്ഷൻ, മാത്സ്, അങ്ങനെ പല പല സെക്ഷൻ ഉണ്ട്. അപ്പം ന്യൂസ് പേപ്പറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജേണലാണ് നോക്കേണ്ടതെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലായിട്ട് പീസ് ആൻഡ് ക്വയറ്റ് ഏരിയ ആണ് കേട്ടോ. ക്യാമറ അലൗഡ് അല്ല അവിടെ. ബട്ട് നമ്മളെന്താ പറയുക, ഇത്ര ഒരു ഈ സിറ്റിയുടെ നടുക്കോടെ ഭയങ്കര ക്വയറ്റ് ആയിട്ട് വണ്ടിയുടെ സൗണ്ട് ഒന്നും ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും പഠിക്കേണ്ടവർക്ക് പഠിക്കാം, വായിക്കേണ്ടവർക്ക് വായിക്കാം. ഒരു അടിപൊളി സെറ്റപ്പാണ് അത് കേട്ടോ. ഭയങ്കര ക്വയറ്റായിട്ട് വരിക. കുറച്ചൊരു യോഗീന് മാത്രം വരുന്നതല്ലാതെ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. നെക്സ്റ്റ് ഇതിൻ്റെ അപ്പുറമായിട്ട് ചിന്നസ്വാമി സ്റ്റേഡിയം വരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ അകത്തോടെ ഒന്ന് പോയി നോക്കാം.
സൺഡേസ് വണ്ടി ഉണ്ടാക്കി ആളുകൾ ഭയങ്കര കൂടുതലായിരിക്കും. ഇങ്ങനത്തെ ദിവസങ്ങളിൽ വണ്ടി ഉണ്ടാകും, ബട്ട് അകത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇന്ന് ഇവിടെ അല്ലെങ്കിൽ ചെയറൊക്കെ ഒക്യുപ്പൈഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്നാലും ഇന്ന് ഭയങ്കര ആൾ കുറവാണ്. കാരണം വീക്കെൻഡ്സ് അല്ലല്ലോ, വീക്കെൻഡ്സിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. ആ സൈഡിൽ നമുക്ക് പോയി നോക്കാം. ആ കാണുന്നതാണ്, സ്ട്രെയിറ്റ് കാണുന്നതാണ് ലൈബ്രറി. ചൊവ്വാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ദിവസമുണ്ട് അവിടെ. ട്യൂസ്ഡേ ഇല്ല, ട്യൂസ്ഡേ ക്ലോസിംഗ് ആണ്. അതാണ് ലൈബ്രറി കേട്ടോ. വൺ വേ ആണ്. ലെഫ്റ്റ് കാണുന്നതാണ് ലൈബ്രറി, സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. അവിടുന്ന് വരുമ്പോൾ ഒരു നൈസ് വ്യൂ ഉണ്ട്. കുറേ പൂച്ചെടിയിലൊക്കെ ഉള്ള അടിപൊളിയാട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഇത് ആ ഭാഗത്തെ ഗേറ്റിൽ നിന്ന് വരുമ്പോൾ എൻട്രി ആട്ടോ. ഇത് നമ്മളെ കോർപ്പറേഷൻ സർക്കിൾ സൈഡൊക്കെ വരുമ്പോൾ എൻട്രി ആണിത്. ഇതാണ് നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ വ്യൂ. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. ഇതാണ് എൻ്റെ ഫ്രണ്ട്. അത്യാവശ്യം ഒരു നൈസ് ഏരിയ കേട്ടോ. ഇവിടെ ഒരു റൂം ഇവിടെ നമ്മൾ ഈ വീക്കെൻഡ്സിനും ഓഫിൻ്റെ ദിവസമൊക്കെ എന്നും രാവിലെ ഇവിടെ വരുന്നതായിരുന്നു കേട്ടോ. നല്ലൊരു വൈബുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ UBCT പോയിട്ട് ആ വഴിക്ക് ചിന്നസ്വാമി സ്റ്റേഡിയം വഴി തിരിച്ചു പോവാം.